ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഏപ്രിൽ 20-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ മറ്റുള്ള സെക്ഷനിലുള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. UP inks MOU for establishment of textile park spread over 1000 acres in Lucknow, Hardoi. അപ്പോൾ ഉത്തർപ്രദേശ് ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ പാർക്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. 1000 ഏക്കറിലധികം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന സ്ഥലത്ത്, ലക്നൗവിലെ സ്ഥലത്ത് ലക്നൗവിലെ ഹാർദോയിൽ വെച്ചിട്ട് അവിടെ ടെക്സ്റ്റൈൽ പാർക്സിന് വേണ്ടിയിട്ടാണ്, 1000 ഏക്കേഴ്സിലധികമുള്ള ടെക്സ്റ്റൈൽ പാർക്സിന് വേണ്ടിയിട്ടാണ് ഈ MOU സൈൻ ചെയ്തിട്ടുള്ളത് ഉത്തർപ്രദേശ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. അണ്ടർ ദ പ്രധാനമന്ത്രി മെഗാ ഇൻറ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ PM Mitra scheme, the Uttar Pradesh government has signed MOU with the Government of India at Lok Bhavan in Lucknow for the establishment of 1000 acres wide textile parks in Lucknow and Hardoi districts. ലക്നൗ ആൻഡ് ഹാർഡോയ് ഡിസ്ട്രിക്ട്സിൽ ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ലോക് ഭവൻ ഇൻ ലക്നൗവിൽ വെച്ചിട്ടാണ് ഇത് സൈൻ ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ഇനോഗ്രേറ്റ്സ് ഹുൻ താദോ കൾച്ചറൽ ഫെസ്റ്റിവൽ അറ്റ് കാങ്പോക്പി. അപ്പോൾ 5th എഡിഷൻ ഓഫ് ഹുൻ ആ താഡൌ കൾച്ചറൽ ഫെസ്റ്റിവൽ 2023 കിക്ക് ഓഫ് ചെയ്തു. തോമസ് ഗ്രൗണ്ട് ഇൻ കാങ്പോക്പി ഡിസ്ട്രിക്ട് ഓഫ് മണിപ്പൂരിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ഇത് 5ാമത്തെ എഡിഷൻ ഓഫ് ഈ ഫെസ്റ്റിവലിൻ്റെ 5ാമത്തെ എഡിഷനാണ്. അപ്പോൾ ഹുൻ ഫെസ്റ്റിവൽ ഈസ് എ ആനുവൽ കൾച്ചറൽ ഫെസ്റ്റിവൽ ആൻഡ് എ സിവിലൈസിങ് ആക്ട് ഓഫ് ദ താഡോസ് കമ്മ്യൂണിറ്റി ഓഫ് മണിപ്പൂർ. അപ്പോൾ മണിപ്പൂരിലെ താഡോസ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഫെസ്റ്റിവൽ, അതായത് അവരുടെ ആനുവൽ കൾച്ചറൽ ഫെസ്റ്റിവലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സിവിലൈസിങ് ആക്റ്റാണ് ഈ താഡോസ് കമ്മ്യൂണിറ്റിയുടെ ഈ ഫെസ്റ്റിവൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സൂര്യകുമാർ യാദവ് നെയ്മഡ് വിസ്ഡൻസ് ലീഡിംഗ് T20 ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ. ഹർമൻപ്രീത് കൗർ ബാഗ്സ് ടോപ്പ് ഹോണർ. അപ്പോൾ മെൻസ് ക്രിക്കറ്റിൽ സൂര്യകുമാർ യാദവ് വിസ്ഡൻസ് ലീഡിംഗ് T20 ഇൻ്റർനാഷണൽ ക്രിക്കറ്ററായിട്ട് നെയിം ചെയ്യപ്പെട്ടു. അതേപോലെ ഹർമൻപ്രീത് കൗർ ടോപ്പ് ഹോണർ നേടിയെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. The Indian duo of Suryakumar Yadav and Harmanpreet Kaur has added another feather to their outstanding crown after bagging the Wisden Almanac's leading cricketer in the world awards. Suryakumar Yadav was named the Wisden T20 International Cricketer of the Year male. പിന്നെ ഹർമൻപ്രീത് കൗർ ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ക്രിക്കറ്റർ ടു ബി നെയ്മഡ് വിസ്ഡൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. അപ്പോൾ സൂര്യകുമാർ യാദവ് ആണ് വിസ്ഡൻസ് ലീഡിംഗ് T20 ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ. അതേപോലെ ഹർമൻപ്രീത് കൗറും ടോപ്പ് ഹോണർ ബാഗ് ചെയ്തു. വിസ്ഡൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് നെയിം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ അപ്രൂവ്സ് 8 പ്രൊജക്ട് വർത്ത് 638 crore rupees അണ്ടർ നമാമി ഗംഗെ. അപ്പോൾ നമാമി ഗംഗെ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ, അതിൻ്റെ അണ്ടറിൽ 8 പ്രൊജക്റ്റ് 638 കോടി രൂപ വരുന്ന 8 പ്രൊജക്റ്റാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഇൻ ആൻ അറ്റംപ്റ്റ് ടു ക്ലീൻ റിവർ ഹിൻഡൻ വിച്ച് ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് റിവർ യമുന, 4 പ്രൊജക്ട്സ് വർത്ത് 407.39 crore were approved for pollution abatement in the Shamli district. അപ്പോൾ റിവർ ഹിൻഡൻ എന്ന് പറയുന്ന റിവറിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യമുനയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് ഈ റിവർ ഹിൻഡൻ. അതിന് 4 പ്രൊജക്റ്റാണ് ഉള്ളത്. 407.39 കോടി രൂപ വരുന്ന പ്രൊജക്ട്സാണ് അപ്രൂവ് ചെയ്തത് ഷംലി ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ടു സെറ്റപ്പ് പാനൽ ടു വർക്ക് ഓൺ മോഡൽ ബിൽഡർ ബയർ എഗ്രിമെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ് ഒരു പാനലിനെ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്, വർക്ക് ചെയ്യാൻ. അതായത് മോഡൽ ബിൽഡർ ബയർ എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ പാനലിനെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു സെറ്റപ്പ് എ കമ്മിറ്റി ടു വർക്ക് ഓൺ എ മോഡൽ ബയർ എഗ്രിമെൻറ്റ്
to help streamline the home buying process and protect consumers from potential abuses, among others. The committee that will draw members from judges, national and state consumer commissions, various consumer bodies, lawyers, as well as from the Ministry of Consumer Affairs. അപ്പോൾ ഗവൺമെൻറ് മോഡൽ ബിൽഡർ ബയർ എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പാനലിനെ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൊട്ടൻഷ്യൽ ബയേഴ്സിനും കാര്യങ്ങളൊക്കെ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ലിവർ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് April 19th ആണ്. April 19th വേൾഡ് ലിവർ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ് അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത് നമുക്കൊന്ന് വായിച്ച് നോക്കാം. വേൾഡ് ലിവർ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ April 19th എവറി ഇയർ ടു സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിവർ ഹെൽത്ത്. ഡിസീസസ് ലൈക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, hepatitis A, hepatitis B, liver cirrhosis and liver cancer are now affecting people more than ever before. അപ്പോൾ നോൺ ആൽക്കഹോളിക് ഡിസീസസ് ആയിട്ടുള്ള ഫാറ്റി ലിവർ ഡിസീസ്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ലിവർ സിറോസിസ്, പിന്നെ ലിവർ ക്യാൻസർ, അതൊക്കെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേൾഡ് ലിവർ ഡേ ആയിട്ട് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ഇങ്ങനെ വേൾഡ് ലിവർ ഡേ ആയിട്ട് April 19th ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ റീഇൻട്രൊഡ്യൂസസ് വിൻഫോൾ ടാക്സ് ഓൺ ക്രൂഡ് ഓയിൽ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വിൻഫോൾ ടാക്സ്, ക്രൂഡ് ഓയിലിൽ വിൻഫോൾ ടാക്സ് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ഇൻ എ ബിഡ് ടു റാഷണലൈസ് ദ ടാക്സ് സ്ട്രക്ചർ ഇൻ ദ പെട്രോളിയം സെക്ടർ, ദ ഗവൺമെൻറ് റീഇൻട്രൊഡ്യൂസ്ഡ് ദ വിൻഫോൾ ടാക്സ് or special additional excise duty on domestically produced crude oil from nil to 6,400 rupees per ton. അപ്പോൾ വിൻഫോൾ ടാക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ക്രൂഡ് ഓയിലിൻ്റെ മേൽ. ഒന്നും ഉണ്ടായിരുന്നില്ല, അതിപ്പോൾ 6,400 രൂപ പെർ ടൺ, ഒരു ടണ്ണിന് 6,400 രൂപ എന്നുള്ള നിരക്കിലാണ് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ സെൻറ്റർ ഓൾസോ സ്ക്രാപ്ഡ് ദ ഡ്യൂട്ടി ഓൺ എക്സ്പോർട്ട് ഫ്രം ഡീസൽ ഫ്രം 0.5 പെർ ലിറ്റർ ടു നിൽ. അപ്പോൾ മറ്റൊരു കാര്യം കൂടി സെൻട്രൽ ഗവൺമെൻറ് ചെയ്തിരിക്കുകയാണ്. അതായത് ഡ്യൂട്ടി എക്സ്പോർട്ട് ഓഫ് ഡീസലിൻ്റെ എക്സ്പോർട്ടിൽ 0.5 പെർ ലിറ്റർ എന്നുള്ള നിരക്ക് നില്ലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ചെന്നൈ റാങ്ക്സ് എമംഗ് ടോപ്പ് 5 ഇൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ഇൻ 2022 റിപ്പോർട്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് പ്രകാരം ചെന്നൈ ഇപ്പോൾ ടോപ്പ് 5ൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ഇൻ 2022 ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ചെന്നൈ ടോപ്പ് 5ൽ റാങ്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ചെന്നൈ ഹാസ് എമർജ്ഡ് ആസ് വൺ ഓഫ് ദ ടോപ്പ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ സിറ്റീസ് in 2022 in the country. A report by payment services firm Worldline India. അപ്പോൾ പേയ്മെൻറ്റ് സർവീസസ് ഫേമായ വേൾഡ് ലൈൻ ഇന്ത്യയാണ് ഇത് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ദ ക്യാപിറ്റൽ സിറ്റി ഇൻ ടേംസ് ഓഫ് വോളിയം ഹാസ് മെയ്ഡ് 14.3 million ട്രാൻസാക്ഷൻസ് വിത്ത് വാല്യൂ ഓഫ് $35.5 billion. വേൾഡ് ലൈൻ ഇന്ത്യ സെഡ് ഇൻ ഇറ്റ്സ് റിപ്പോർട്ട്. അപ്പോൾ ചെന്നൈ ടോപ്പ് 5ൽ വന്നിരിക്കുകയാണ്. ടോട്ടൽ 14.3 million ട്രാൻസാക്ഷൻസ് ആണ് നടത്തിയിരിക്കുന്നത്. $35.5 billion ട്രാൻസാക്ഷൻസ് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ എ ഫസ്റ്റ് കേരള അഡോപ്റ്റ്സ് വാട്ടർ ബഡ്ജറ്റ് ടു ടാക്കിൾ സമ്മർ വാട്ടർ ഷോർട്ടേജ്. അപ്പോൾ ചൂടുകാലമാണ്, സമ്മറാണ്, അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ വാട്ടറിനൊക്കെ ഷോർട്ടേജൊക്കെ ഉണ്ടാവണ സമയമാണ് ഈ മാസങ്ങൾ. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് വാട്ടർ ബഡ്ജറ്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സമ്മർ വാട്ടർ ഷോർട്ടേജൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുകയാണ്. വാട്ടർ ബഡ്ജറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. കേരള became the first state to adopt a water budget in a bid to come up with a solution to water scarcity in certain regions there. The first phase of the project would cover 94 gram panchayats and 15 block panchayats. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫേസിൽ 94 ഗ്രാമപഞ്ചായത്തിനെയും 15 ബ്ലോക്ക് പഞ്ചായത്തിനെയും കവർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് കേരള വാട്ടർ ബഡ്ജറ്റ് കൊണ്ടുവരുന്നത് സമ്മർ വാട്ടർ ഷോർട്ടേജിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ഐഡിയ ഓഫ് വാട്ടർ ബഡ്ജറ്റ് വാസ് ഫസ്റ്റ് മൂട്ടഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ 2019. അപ്പോൾ ഇത് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2019 ഇത് വന്നിട്ടുണ്ടായിരുന്നു.
തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് എന്തായാലും അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് കേരള വാട്ടർ ബഡ്ജറ്റ്. അപ്പോൾ സർട്ടൺ റീജിയൻസിലുള്ള വാട്ടർ സ്കേഴ്സിറ്റിയെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്ടർ ബഡ്ജറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ ഗെറ്റ്സ് ഓവർ $60 billion ഇൻ PEVC ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫോർ എ തേർഡ് ഇയർ സ്ട്രെയിറ്റ്. അപ്പോൾ ഇന്ത്യക്ക് $60 billion കിട്ടിയിരിക്കുന്നത് ഇൻ PEVC. PEVC എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫോർ എ തേർഡ് ഇയർ സ്ട്രെയിറ്റ്. മൂന്നാമത്തെ വർഷം, തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷമാണ് ഇന്ത്യക്ക് ഈ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി വെഞ്ചർ ക്യാപിറ്റൽ $60 billion മുകളിൽ ഇന്ത്യക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിക്കാം. ഇന്ത്യ ലാസ്റ്റ് ഇയർ ഗോട്ട് 20% ഓഫ് ദ ടോട്ടൽ പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇന്ത്യ ലാസ്റ്റ് ഇയർ ഗോട്ട് 20% ഓഫ് ദ ടോട്ടൽ പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ PEVC investments in Asia Pacific, making the country a bright spot amid decelerating capital flow in the region. India got investments worth 61. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ലാസ്റ്റ് ഇയർ ഗോട്ട് 20% ഓഫ് ദ ടോട്ടൽ പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഏഷ്യ പസഫിക്, മേക്കിംഗ് ദ കൺട്രി എ ബ്രൈറ്റ് സ്പോട്ട് amid decelerating capital flow in the region. India got investments worth 61.6 billion last year. കഴിഞ്ഞ വർഷം 61.6 billion ആണ് കിട്ടിയത്. Third time it topped $60 billion mark, but moderating slightly from $69.8 billion in 2021. 2021 $69.8 billion ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 2022 61.6 പിന്നെ ഈ വർഷം 60 ബില്യൻ്റെ മുകളിൽ കടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 61.6 ആണ് ഈ വർഷം വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ. അപ്പോൾ തേർഡ് ഇയർ സ്ട്രെയിറ്റ് ഇപ്പോൾ $60 billion മാർക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ PEVC ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ, പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Scientists probe characteristics of a form of plasma wave identified in the Indian Antarctic station Maitri. അപ്പോൾ സയൻറ്റിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫോം ഓഫ് പ്ലാസ്മ വേവ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ അന്റാർട്ടിക് സ്റ്റേഷൻ മൈത്രിയിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. Scientists have identified electromagnetic ion cyclotron waves, a form of plasma waves in the Indian Antarctic station Maitri, and studied its characteristics. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുകയും ചെയ്തു. These waves play an important role in precipitation of killer electrons which are hazardous to our space-borne technology or instruments. അപ്പോൾ സയൻറ്റിസ്റ്റ് പ്രോബ് ചെയ്തിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്ലാസ്മ വേവ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ അന്റാർട്ടിക് സ്റ്റേഷൻ മൈത്രിയിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സ്റ്റീൽ ഫഗൻ സിംഗ് കുലാസ്തെ ടു ഇനോഗ്രേറ്റ് ഇന്ത്യ സ്റ്റീൽ 2023 ഇൻ മുംബൈ. അപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സ്റ്റീലായിട്ടുള്ള ഫഗൻ സിംഗ് കുലാസ്തെ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇന്ത്യ സ്റ്റീൽ 2023 മുംബൈയിൽ വെച്ചിട്ടാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ഇന്ത്യ സ്റ്റീൽ 2023 കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ ഓൺ ദ സ്റ്റീൽ ഇൻഡസ്ട്രി വിൽ ബിഗിൻ ഇൻ മുംബൈ. Union Ministry of State for Steel, Mr. Faggan Singh Kulaste, will inaugurate the conference being jointly organized by the Steel Ministry, the Commerce Ministry and the Federation of Indian Chamber of Commerce and Industry. അപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സ്റ്റീൽ ആയിട്ടുള്ള ഫഗൻ സിംഗ് കുലാസ്തെയാണ് ഇന്ത്യ സ്റ്റീൽ 2023 കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ന്യൂസും കൂടി ഉണ്ട്, നമുക്കതിലേക്ക് കിടക്കാം. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ് ഗ്യാതറിംഗ് കോൺഫറൻസ് ഓഫ് G20 ടു ബിഗിൻ ഇൻ ഹിമാചൽ പ്രദേശ്. അപ്പോൾ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ് ഗ്യാതറിംഗ് കോൺഫറൻസ് ഓഫ് G20, ഈ വർഷത്തെ G20 പ്രസിഡൻസി ഇന്ത്യയാണ് എടുത്തിരിക്കുന്നത്. അതായത് G20യുടെ മീറ്റിംഗ്സ് ഒക്കെ ഇന്ത്യയിലാണ് നടക്കുന്നത്. അപ്പോൾ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ് ഗ്യാതറിംഗ് കോൺഫറൻസ് ഹിമാചൽ പ്രദേശിൽ, G20യുടെ ഈ കോൺഫറൻസ് ഹിമാചൽ പ്രദേശിൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. The Research and Innovation Initiative Gathering Conference G20 will be
will begin at Dharamshala in Himachal Pradesh. Delegates from G20 member states, international organizations and experts from the scientific community will attend the 2-day conference. അപ്പോൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഫറൻസ് ആണ്. അതിന് G20 മെമ്പർ സ്റ്റേറ്റ്സിൻ്റെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ എക്സ്പേർട്സ് മീറ്റിങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വിൽ ഡിസ്കസ് ബിൽഡിംഗ് എ സസ്റ്റൈനബിൾ എക്കോ ഇന്നോവേറ്റീവ് എനർജി കൺവേർഷൻ സിസ്റ്റം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.